ഹോർമുസ് കടലിടുക്ക് അത് കേവലം ഒരു പേര് മാത്രമല്ല, ലോകത്തിന്റെ ശ്വാസനാളം തന്നെയാണ് ഹോർമുസ് കടലിടുക്ക്. അതിന്റെ ഒരു വശത്ത് എണ്ണക്കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ, മറ്റൊരു വശത്ത് ലോകത്തെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് കേബിളുകൾ. ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടുന്ന മേഖലയിൽ ചെറിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായാൽ പോലും അത് ലോക സാമ്പത്തിക രംഗത്തെ പിടിച്ചു കുലുക്കും. ഇന്റർനെറ്റ് മന്ദഗതിയിലാവും. എന്തിന് രാജ്യങ്ങൾ തമ്മിലുള്ള ആശയവിനിമയങ്ങൾ പോലും നിലച്ചേക്കാം. ഈ അവസരത്തിൽ ലോകത്ത് ഉയരുന്ന ചോദ്യം ഇതാണ്: യുദ്ധത്തിന്റെ നിഴൽ വീണിരിക്കുന്ന ഈ സമയത്ത് ഹോർമുസ് കടലിടുക്ക് അടങ്ങുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖലയിൽ യുദ്ധത്തിന്റെ നിഴൽ വീണിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇറാൻ പോലെയുള്ള ഒരു സൈനിക ശക്തി ഈ ഇന്റർനെറ്റ് കേബിളുകളെ ലക്ഷ്യമിട്ടാൽ എന്തായിരിക്കും ലോകത്ത് സംഭവിക്കാൻ പോകുന്നത്? ലോകം ഡിജിറ്റൽ ഇരുട്ടിലേക്ക് നീങ്ങുമോ? അതോ ഇപ്പറയുന്ന കാര്യങ്ങളൊക്കെ വെറും ഭയപ്പെടുത്താനുള്ള കാര്യങ്ങൾ മാത്രമാണോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഹോർമുസ് കടലിടുക്ക് മേഖലയിലുള്ള ഇന്റർനെറ്റ് കേബിളിനെ കുറിച്ചും ഒരു പക്ഷെ അത് തകർന്നാൽ ലോകത്തുണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹോർമുസ് കടലിടുക്ക് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാം ഇപ്പോൾ മനസ്സിലേക്ക് വരുന്നത് വലിയ രീതിയിലുള്ള ആശങ്കയാണ്. അതിന്റെ പ്രധാന കാരണം ലോകത്തിലെ ജലപാതകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേഖലയാണ് ഹോർമുസ് കടലിടുക്ക്. ഇതുവഴിയുള്ള എണ്ണക്കപ്പലുകളുടെ സഞ്ചാരം നിലച്ചാലുള്ള പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അതിന്റെ പ്രധാന കാരണം നമ്മളിപ്പോൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പല മേഖലകളിലായിട്ട് പെട്രോളിന്റെ രൂപത്തിലും ഗ്യാസിന്റെ രൂപത്തിലും നമ്മൾ ഇന്ന് അത് അനുഭവിക്കുന്നുണ്ട്. എന്നാൽ വെറും പെട്രോളും ഗ്യാസും മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഹോർമുസ് കടലിടുക്ക് മേഖലയിൽ ഉണ്ട്. അതാണ് ഇന്റർനെറ്റ്. സമുദ്രത്തിനടിയിലൂടെ ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ് കേബിളുകൾ യുദ്ധം ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറായിരിക്കുന്ന ഇറാൻ പോലുള്ള ഒരു ശക്തിയുടെ കണ്ണ് ഏത് സമയവും ഈ കേബിളിലും പതിഞ്ഞേക്കാം. എത്രത്തോളം പ്രാധാന്യമാണ് ഈ കേബിളുകൾക്കുള്ളത്? ഇറാന് അതിനെ തകർക്കാൻ സാധിക്കൂ? അഥവാ ഇറാൻ അതിനെ തകർത്താൽ എത്തരത്തിലായിരിക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുക? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുക. എന്തായാലും നമ്മൾ ഇനി പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്. ആഗോള ഇന്റർനെറ്റ് ട്രാഫിക്കിന്റെ 99% നിയന്ത്രിക്കുന്നത് സമുദ്രാന്തര കേബിളുകളാണ്. ടെലിഫോൺ കോൾ, ഇന്റർനെറ്റ് ഡാറ്റ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവയെല്ലാം തന്നെ ഇന്നത്തെ കാലത്ത് സ്മൂത്ത് ആയിട്ട് നടക്കുന്നത് ഈ ഒരു കേബിൾ വഴിയുള്ള കണക്ഷൻ കാരണമാണ് എന്നുള്ളത് ഒരു പക്ഷേ മിക്കവാറും ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഹോർമുസ് കടലിടുക്കിന്റെ മേഖലകളിലും പേർഷ്യൻ ഗൾഫ് മേഖലകളിലും ഈ ഇന്റർനെറ്റ് കണക്ഷന്റെ ഹോർമുസ് മേഖലയിലെ ഈ ഇന്റർനെറ്റ് കണക്ഷന്റെ പ്രാധാന്യം എന്നത് വളരെ വലുതാണ്. മേഖലയിലെ എല്ലാ രാജ്യങ്ങളെയും ലോകത്തിലെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തുന്നത് ഈ കേബിളുകൾ തന്നെയാണ്. വല്ല സാഹചര്യത്തിലും ഇവ മുറിക്കപ്പെട്ടാൽ സമീപ രാജ്യങ്ങളിലുള്ള എല്ലാ ഇന്റർനെറ്റ് സേവനങ്ങളും പൂർണ്ണമായും തടസ്സപ്പെടും. ഇത് ബാങ്കിംഗ്, വിദ്യാഭ്യാസം, വാർത്താ വിനിമയ രംഗം അങ്ങനെ സകല മേഖലയും പൂർണ്ണമായും സ്തംഭിപ്പിക്കും. ശത്രു രാജ്യങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം തടസ്സപ്പെടുത്താൻ ഒരു പക്ഷേ ഇറാൻ ഈ കേബിളിൽ അറ്റാക്ക് ചെയ്തേക്കും എന്നാണ് പ്രതിരോധ വിദഗ്ധരൊക്കെ ഇതിനോടകം തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. സൈബർ യുദ്ധത്തിന്റെ മറ്റൊരു മുഖം കൂടിയാണ് ഇത്. ഒരു പക്ഷേ മേഖലയിലെ എല്ലാ രാജ്യങ്ങളും ഒറ്റപ്പെട്ടേക്കാം. ലോകമെമ്പാടുമുള്ള ഇന്റർനെറ്റ് സേവനങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം. അതേ തുടർന്ന് സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടായേക്കാം. ഇതിന് സമാനമായ ഒരു സംഭവം ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും. 2025 അത് സൗദി അറേബ്യയിലെ ജിദ്ദയിലുള്ള റെഡ് സീ, അതായത് ചെങ്കടൽ, ഇതുപോലെ ഒരു തവണ ഇന്റർനെറ്റ് കേബിൾ മുറിഞ്ഞിരുന്നു. അന്ന് ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്റർനെറ്റിന് വളരെ വലിയ രീതിയിൽ വേഗത കുറഞ്ഞത് ഒരു പക്ഷേ നമ്മളൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ മുന്നേ 2008 മെഡിറ്ററേനിയൻ കടലിൽ ഇതേപോലെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ സമാന പ്രശ്നം നമ്മളെല്ലാം അനുഭവിച്ചതാണ്. ഇന്റർനെറ്റ് കേബിളുകൾ തകർക്കുക എന്നുള്ള ഒരു കടുത്ത നടപടിയിലേക്കൊന്നും ഇറാൻ കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്. കാരണം അത്തരം ഒരു നീക്കം ആഗോള തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പ് ഇറാനെതിരെ ഉണ്ടാക്കുമെന്നുള്ള കണക്കുകൂട്ടൽ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷെ വിദഗ്ധരൊക്കെ ഇത്തരത്തിൽ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, ഇത്തരം ഒരു നീക്കം ഇറാനിൽ തന്നെ ഇന്റർനെറ്റ് തടസ്സപ്പെടാനുള്ള ഒരു കാരണമാവും എന്നുള്ളതും നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഇതേക്കുറിച്ച് ടെക് വിദഗ്ധർ പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്. അവർ പറയുന്നത് സാങ്കേതിക മേഖല ഇന്ന് വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്.
ഏതെങ്കിലും രീതിയിൽ കേബിളുകൾ കട്ട് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് ഇറാൻ കടന്നാൽ പോലും അതൊന്നും അത്ര വലിയ ഭയത്തോടെ കാണേണ്ടതില്ല എന്നാണ് ടെക് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്. കാരണം ലോകത്തെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഒട്ടേറെ സമുദ്ര കേബിളുകളും കരയിലൂടെയുള്ള ഫൈബർ കേബിളുകളും വളരെയധികം സജീവമാണ് എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരൊക്കെ ഇതിനോടകം തന്നെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ചെങ്കടൽ വഴി സൗദി അറേബ്യ വഴിയും മറ്റു ചില പാതകളും സമാനമായിട്ട് ഉണ്ട് എന്ന് തന്നെയാണ് ഇത്തരം ഒരു പ്രതിസന്ധിയെ മുന്നിൽ കാണുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹോർമുസ് മേഖലയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു തടസ്സം ഉണ്ടായാൽ പോലും ഇന്റർനെറ്റ് ട്രാഫിക് തനിയെ ഈ ബദൽ പാതകളിലേക്ക് തങ്ങളുടെ സേവനം തിരിച്ചുവിടും എന്നാണ് ടെക് വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്. ഡൈനാമിക് റൂട്ടിംഗ് എന്നാണ് ഈ ഒരു പ്രക്രിയയെ അറിയപ്പെടുന്നത്. ഇന്റർനെറ്റിന്റെ വേഗത കുറക്കുക എന്നുള്ളതല്ലാതെ മറ്റുള്ള യാതൊരു രീതിയിലുള്ള പ്രത്യാഘാതങ്ങളും ഇതിന് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്കിലെ ഇന്റർനെറ്റ് കേബിളുകൾ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ആഗോള ഇന്റർനെറ്റ് സംവിധാനം ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒറ്റ പാതയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. അതുകൊണ്ട് തന്നെ അത്ര വലിയ ആശങ്ക വേണ്ട എന്നും ഇത്തരം അൾട്ടർനേറ്റീവ് മാർഗങ്ങൾ ഉള്ളത് തന്നെ വലിയ രീതിയിൽ ആശ്വാസമാണ് എന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും ബൈ ചാൻസ് നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു പ്രതിസന്ധിയൊക്കെ ഉണ്ടായാൽ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും. കാരണം ഇന്റർനെറ്റിനെയും വ്ളോഗിനെയും ഒക്കെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന നിരവധി പേർ നമ്മുടെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ പോലും ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും രീതിയിലൊക്കെ ഇന്റർനെറ്റ് ഒക്കെ തടസ്സപ്പെട്ടാൽ അവർക്കൊക്കെ ഏത് രീതിയിലാണ് അവർക്കൊക്കെ ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നുള്ളത് ആലോചിച്ചിട്ട് തന്നെ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗാതെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയുന്നു.